നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2023 ജൂലൈ 15 നടത്തിയ PSC പോലീസ് കോൺസ്റ്റബിൾ ചോദ്യപേപ്പറും അതിൻ്റെ ഫൈനൽ ആൻസർ കീയുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ വില്യം III ആൻഡ് മേരി II. രണ്ടാമത്തെ ചോദ്യം, യൂറോപ്പിൽ ഉണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിൻ്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഒന്നാം കർണാട്ടിക് യുദ്ധം. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ആദ്യം നടന്നത് സന്യാസി കലാപം, പിന്നീട് വേലുത്തമ്പിയുടെ കലാപം, അടുത്തത് സന്താൽ കലാപം, അവസാനമായിട്ട് ശിപായി ലഹള. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു. അഞ്ചാമത്തെ ചോദ്യം, 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ആറാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആന്റോണിയോ ഗുട്ടറസ്. ഏഴാമത്തെ ചോദ്യം, നിഫെ എന്ന പേരിലറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അകക്കാമ്പ്. എട്ടാമത്തെ ചോദ്യം, വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ. ഒമ്പതാമത്തെ ചോദ്യം, കബനി പോഷകനദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കാവേരി. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കാണ്ട്ല. 11ാമത്തെ ചോദ്യം, ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സുന്ദർബൻസ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം എന്ത്? ഉത്തരം ഓപ്ഷൻ എ പെട്രോളിയം. 13ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി അരവിന്ദ് പനഗരിയ. 14ാമത്തെ ചോദ്യം, പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം? ഉത്തരം ഓപ്ഷൻ ബി മാർച്ച് 15, 1950. 15ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏത്? ഉത്തരം ഓപ്ഷൻ എ ലോക വ്യാപാര സംഘടന WTO. 16ാമത്തെ ചോദ്യം, അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ബഡ്ജറ്റ് 2023-24. 17ാമത്തെ ചോദ്യം, കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ചെറുകിട വ്യവസായം. 18ാമത്തെ ചോദ്യം, നീല വിപ്ലവം ഏത് മേഖലയിൽ പെടുന്നതാണ്? ഉത്തരം ഓപ്ഷൻ ബി മത്സ്യബന്ധനം. 19ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ശരിയായ ഉത്തരമാണ് ഇനി പറയുന്നത്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നത് വകുപ്പ് 18, അവസര സമത്വം വകുപ്പ് 16, തൊട്ടുകൂടായ്മ നിരോധനം വകുപ്പ് 17, നിയമത്തിന് മുന്നിൽ സമത്വം വകുപ്പ് 14. 20ാമത്തെ ചോദ്യം, പൗരന്മാർക്ക് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. 21ാമത്തെ ചോദ്യം, മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മൗലിക കടമകൾ 42ാം ഭരണഘടനാ ഭേദഗതിയോടെയാണ് നിലവിൽ വന്നത്. ഇന്ത്യയുടേത് റഷ്യൻ മാതൃകയിലുള്ള മൗലിക കടമകളാണ്. 11 മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട്. 6 മുതൽ 14 വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇതിൽ 2, 3, 4 തെറ്റായിട്ടുള്ളത്.
രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകെ ചെയ്യാം. 2 പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ പാടില്ല. രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണ ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണ്. എന്നിവയാണ് തെറ്റായ പ്രസ്താവനകൾ. 23ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ 91ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ഒന്നാമത്തേത് 2004 ആണ് ഈ ഭേദഗതി വന്നത്. കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭാംഗങ്ങളുടെ 15% കൂടുതൽ മന്ത്രിമാർ പാടില്ല. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണവ് മുഖർജിയാണ്. ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. 24ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയിരുന്നു. 25ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കൺകറന്റ് വിഷയങ്ങളിൽപ്പെട്ടവ ഏതെല്ലാമാണ്? ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ട്രേഡ് യൂണിയനുകൾ. 26ാമത്തെ ചോദ്യവും PSC ഒഴിവാക്കിയതാണ്. അടുത്തത് 27ാമത്തെ ചോദ്യം, വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വയോ അമൃതം പദ്ധതി. 28ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇതിൽ ഒരു പ്രസ്താവന മാത്രമേ ഉള്ളൂ തെറ്റായിട്ടുള്ളത്. അതെന്ന് പറയുന്നത് 2ാമത്തെ പ്രസ്താവനയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്തുവാനുള്ള അധികാരം ഉണ്ട് എന്നതാണ് തെറ്റായ പ്രസ്താവന. 29ാമത്തെ ചോദ്യം, മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, സ്നേഹപൂർവം പദ്ധതി. 30ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരിയായ ഉത്തരം 1 റോഷി അഗസ്റ്റിൻ, ജലവിഭവം; കെ കൃഷ്ണൻകുട്ടി, വൈദ്യുതി; വി അബ്ദുറഹ്മാൻ, സ്പോർട്സ്; ഡോക്ടർ ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസം. 31ാമത്തെ ചോദ്യം, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇതിൽ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. വകുപ്പ് 370, 35A എന്നിവ റദ്ദാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമാക്കി. അതുപോലെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019 ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. 32ാമത്തെ ചോദ്യം, മനുഷ്യരിൽ വൃഷണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷണസഞ്ചിയിൽ ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം? ഉത്തരം ഓപ്ഷൻ ബി, വൃഷണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ. 33ാമത്തെ ചോദ്യം, ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കോബാൾട്ട്. 34ാമത്തെ ചോദ്യം, ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ, അതിറോസ്ക്ലീറോസിസ്. 35ാമത്തെ ചോദ്യം, മനുഷ്യന്റെ അന്നപഥത്തിൽ നിന്ന് ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ക്ലോമപിതാനം. 36ാമത്തെ ചോദ്യം, ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ ഒരു വകഭേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, XBB.1.16. 37ാമത്തെ ചോദ്യം, ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. 38ാമത്തെ ചോദ്യം, വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആവൃത്തി. 39ാമത്തെ ചോദ്യം, ഒരു കോൺക്ലേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി, 0. 40ാമത്തെ ചോദ്യം, പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മാറ്റിയാൽ പ്രകാശത്തിന്റെ ഈ പ്രവേഗത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും? ഉത്തരം ഓപ്ഷൻ ഡി, ഇവയിലൊന്നും അല്ല.
41ാമത്തെ ചോദ്യം 2023 കണക്കനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴത്തിനാണ്. ജൂപ്പിറ്ററിന്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 92. 42ാമത്തെ ചോദ്യം ഇലക്ട്രോണിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. 43ാമത്തെ ചോദ്യം ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി HCl. 44ാമത്തെ ചോദ്യം അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? ഉത്തരം ഓപ്ഷൻ ഡി F ബ്ലോക്ക്. 45ാമത്തെ ചോദ്യം ബബിൾഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏത്? ഉത്തരം ഓപ്ഷൻ എ പോളിവിനൈൽ അസറ്റിക്. 46ാമത്തെ ചോദ്യം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആശപൂർണ ദേവി. 47ാമത്തെ ചോദ്യം ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരിയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി കഥകളി. 48ാമത്തെ ചോദ്യം ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിന്റെ ജന്മദേശം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഹരിയാന. 49ാമത്തെ ചോദ്യം ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 11. 50ാമത്തെ ചോദ്യം സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. 51ാമത്തെ ചോദ്യം ഒഴിവാക്കപ്പെട്ടതാണ്. അടുത്ത ചോദ്യം 52ാമത്തേത് 1/2 × 2/3 × 3/4 + 1/4 ഈക്വൽ. ഉത്തരം ഓപ്ഷൻ ബി 1/2. 53ാമത്തെ ചോദ്യം ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ HAIR എന്നത് 81918 എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 6920 തുല്യമായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ FIT. 54ാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 146. 55ാമത്തെ ചോദ്യം ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 5050. 56ാമത്തെ ചോദ്യം ഒരാൾ 5000 രൂപ 10% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2000 രൂപ പലിശ ലഭിക്കാൻ എത്ര വർഷം വേണ്ടിവരും? ഉത്തരം ഓപ്ഷൻ ഡി 4. 57ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 216, 343, -729. ഉത്തരം ഓപ്ഷൻ എ 512. 58ാമത്തെ ചോദ്യം ഒരാൾ ആദ്യം 20 മീറ്റർ തെക്കോട്ട് നടന്നു, അതിനുശേഷം 25 മീറ്റർ വലത്തോട്ട് നടന്നു, പിന്നീട് 25 മീറ്റർ ഇടത്തോട്ടും വീണ്ടും ഇടത്തോട്ട് 25 മീറ്ററും നടന്നു എങ്കിൽ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലവും അവസാനിച്ച സ്ഥലവും തമ്മിലുള്ള അകലം എത്ര? ഉത്തരം ഓപ്ഷൻ സി 45 മീറ്റർ. 59ാമത്തെ ചോദ്യം √248 പ്ലസ് √52 പ്ലസ് √144 ഈക്വൽ. ഉത്തരം ഓപ്ഷൻ ഡി 16. 60ാമത്തെ ചോദ്യം ഒരു ക്ലോക്കിലെ സമയം 3:30 PM ആണെങ്കിൽ അതിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 75 ഡിഗ്രി. 61ാമത്തെ ചോദ്യം The secretary has taken dash unanonymous decision during dash crisis. ഉത്തരം ഓപ്ഷൻ സി A and the. 62ാമത്തെ ചോദ്യം Turn into passive voice. The nursing assistant has isolated the COVID victims to the evacuation room. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. The COVID victims have been isolated to the evacuation room. 63ാമത്തെ ചോദ്യം Complete the sentence by choosing the suitable options given below. Taj Mahal is one of the dash architectural masterpieces of World Heritage. ഉത്തരം ഓപ്ഷൻ സി grandest. 64ാമത്തെ ചോദ്യം Fill in the blanks using correct tense. When the minister and party reached the disaster relief camp, the volunteers dashed the relief goods. ശരിയായ ഉത്തരം had distributed. 65ാമത്തെ ചോദ്യം Complete the conditional sentence using correct verbs. If you dash the medicine, you could have vaccinated the patients. ഉത്തരം ഓപ്ഷൻ ഡി had.
66ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ ഓപ്ഷൻ ദാറ്റ് മീൻസ് എ ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്രസസ് എ ജനറൽ ട്രൂത്ത് ഓർ എ കോമൺ സേയിങ് ഓർ ഒബ്സർവേഷൻ. ഉത്തരം ഓപ്ഷൻ ബി, അഡേജ്. 67ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഉത്തരം ഓപ്ഷൻ സി, മിസ് അപ്രോപ്രിയേഷൻ. 68ാമത്തെ ചോദ്യം, ചൂസ് ദ സ്യൂട്ടബിൾ ഐഡിയോം ഫ്രം ദ ഓപ്ഷൻസ് ടു റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ്സ്. ഉത്തരം ഓപ്ഷൻ സി, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. 69ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ സിനോണിം ഫോർ ദി വേർഡ് അണ്ടർലൈൻ. എ മെഡിസിൻ ദാറ്റ് മിറ്റിഗേറ്റ്സ് ദി കോംപ്ലിക്കേഷൻ ഷുഡ് ബി പ്രിസ്ക്രൈബ് ബൈ ദ ഡോക്ടർ. ഉത്തരം ഓപ്ഷൻ ബി, അലിവേറ്റ്സ്. 70ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയിരുന്നു. 71ാമത്തെ ചോദ്യം, വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ പാർക്കുന്നവർ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഗൃഹനാഥൻ. 72ാമത്തെ ചോദ്യം, മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? ഉത്തരം ഓപ്ഷൻ സി, അലിംഗ ബഹുവചനം. 73ാമത്തെ ചോദ്യം, ഉൽഗതി എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, അധോഗതി. 74ാമത്തെ ചോദ്യം, മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് കിട്ടുക? ഉത്തരം ഓപ്ഷൻ എ, മലര് പ്ലസ് അമ്പൻ. 75ാമത്തെ ചോദ്യം, രാത്രി എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, ക്ഷണപ്രഭ. 76ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, ഇംഗ്ലീഷിനെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം എന്നതാണ് ശരിയായ വാക്യം. 77ാമത്തെ ചോദ്യം, വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ എ, വെൺ പ്ലസ് നീർ. 78ാമത്തെ ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, അതിഥി. 79ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഒരവസ്ഥയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി, കൈ ആടിയാലേ വായയാടൂ, പനിക്കു പട്ടിണി എന്നിവയാണ് ശരിയായ ഉത്തരം. 80ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജിമ ഏത്? ഉത്തരം ഓപ്ഷൻ ബി. 81ാമത്തെ ചോദ്യം, ഇസഡ് കടന്നു പോകാൻ അവകാശമുള്ള ഒരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. ഇസഡ് അതുവഴി കടന്നു പോകുന്നത് തടയപ്പെടുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ഒരു തെറ്റായി എ ഇസഡിനെ ഉത്തരം ഓപ്ഷൻ എ, നിയന്ത്രണപ്പെടുത്തുന്നു. 82ാമത്തെ ചോദ്യം, എ മനഃപൂർവ്വം തെരുവിൽ ഇസഡിനെ തള്ളുന്നു. ഇവിടെ എയുടെ സ്വന്തം ശാരീരിക ശക്തിയാൽ സ്വന്തം വ്യക്തിയെ ഇസഡായി സമ്പർക്കം പുലർത്തുന്നതിനായി നീക്കി. അതിനാൽ അവൻ മനഃപൂർവ്വം ഇസഡിലേക്ക് ബലം പ്രയോഗിച്ചു. ഇസഡിന്റെ സമ്മതമില്ലാതെ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ ഇസഡിനെ മുറിവേൽപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാം എന്ന ഉദ്ദേശത്തോടെയോ അറിഞ്ഞോ ആണെങ്കിൽ IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം അവൻ ഡാഷ് ഇസഡിന് നേരെ പ്രയോഗിച്ചു. ഉത്തരം ഓപ്ഷൻ എ, ക്രിമിനൽ ശക്തി. 83ാമത്തെ ചോദ്യം, ബി കൊല്ലപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് എ ബലമായി കൊണ്ടുപോകുന്നു. ഉത്തരം ഓപ്ഷൻ ബി, തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ കൊലപാതകത്തിനായി തട്ടിക്കൊണ്ടുപോകൽ. 84ാമത്തെ ചോദ്യം, ഏതെങ്കിലും പുരുഷൻ ഒരു സ്ത്രീയെ പിന്തുടരുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുകയോ അത്തരം സ്ത്രീകളുടെ താല്പര്യമില്ലായ്മയുടെ വ്യക്തമായ സൂചന ഉണ്ടായിരുന്നിട്ടും ആവർത്തിച്ച് വ്യക്തിപരമായ ഇടപഴകൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത്തരം സ്ത്രീകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇന്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ആ പുരുഷൻ ഡാഷ് കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ എ, പിന്തുടരൽ. 85ാമത്തെ ചോദ്യം, CRPC പ്രകാരം ഡാഷ് എന്നാൽ മരണം, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, വാറണ്ട് കേസ്. 86ാമത്തെ ചോദ്യം, CRPCയുടെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ എത്ര മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുത്? ഉത്തരം ഓപ്ഷൻ ഡി, 24. 87ാമത്തെ ചോദ്യം, ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുമ്പോൾ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആർക്കെതിരെ ചെയ്തുവോ അയാൾ അല്ലെങ്കിൽ ഏത് വസ്തുവിനെ സംബന്ധിച്ചാണോ ചെയ്തിരിക്കുന്നത് അത് ഒരു യാത്രയിൽ ആണെങ്കിൽ ഒരു കോടതിക്ക് ആ കുറ്റകൃത്യത്തെ ഏതിലൂടെയോ ആരുടെ ഡാഷിലൂടെയോ യാത്രയിൽ വ്യക്തിയോ വസ്തുവോ കടന്നുപോയതിലൂടെ വിചാരണ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യാം. ഉത്തരം ഓപ്ഷൻ എ, പ്രാദേശിക അധികാര പരിധി.
88ാമത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം മരിച്ചുപോയ കണ്ടെത്താനാകാത്ത ഒരു വ്യക്തിയുടെ പ്രസക്തമായ വസ്തുതയുടെ പ്രസ്താവന അംഗീകരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് പ്രസക്തമായത്? ഉത്തരം ഓപ്ഷൻ ഡി. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിൽപ്പത്രത്തിലോ കൈമാറ്റ രേഖയിലോ ഉള്ളത്, നിരവധി വ്യക്തികളുടെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനയിൽ ഉള്ളത്, പൊതു അവകാശത്തെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ പൊതു താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒരു അഭിപ്രായം നൽകുന്നു എന്നിവയാണ് ശരിയായ ഉത്തരം. 89ാമത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം വിദഗ്ധന്റെ അഭിപ്രായം കോടതിക്ക് ഡാഷുമായി ബന്ധപ്പെട്ട അഭിപ്രായം രൂപീകരിക്കേണ്ടി വരുമ്പോൾ പാലിക്കപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. വിദേശ നിയമം, സയൻസ്, ഫിംഗർ ഇംപ്രഷൻ. 90ാമത്തെ ചോദ്യം, പോലീസിന്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറുകയോ അസഭ്യം പറയുകയോ ചെയ്യരുതെന്ന് കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പ് നിഷ്കർഷിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി. വകുപ്പ് 29. 91ാമത്തെ ചോദ്യം, രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായതോ സ്വകാര്യമായതോ ആയ ഏതെങ്കിലും തെരുവോ വഴിയോ അടയ്ക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുന്ന കേരള പോലീസ് നിയമത്തിലെ ഏത് വ്യവസ്ഥയാണ്? ഉത്തരം ഓപ്ഷൻ ഡി. വകുപ്പ് 69. 92ാമത്തെ ചോദ്യം, കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി. 1. ആചാരം, മാന്യത, സ്വകാര്യത, മാന്യത എന്നിവ കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സ്വകാര്യ സ്ഥലത്തേക്കും പ്രവേശനം ഉണ്ടായിരിക്കും. ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുമ്പ് കെട്ടിടത്തിന്റെയും പരിസരത്തിന്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. 93ാമത്തെ ചോദ്യം, NDPS നിയമത്തിലെ സെക്ഷൻ 20 പ്രകാരം കൊക്കൈൻ കഴിച്ചാലുള്ള ശിക്ഷ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. 1 വർഷം വരെ കഠിന തടവ്, അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴ, അല്ലെങ്കിൽ രണ്ടും. 94ാമത്തെ ചോദ്യം, NDPS ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം? ഉത്തരം ഓപ്ഷൻ എ. തിരിച്ചറിയാവുന്ന കുറ്റം. 95ാമത്തെ ചോദ്യം, പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി. നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനം. 96ാമത്തെ ചോദ്യം, കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടും? ഉത്തരം ഓപ്ഷൻ ബി. 1 വർഷം, അല്ലെങ്കിൽ പിഴയോ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ. 97ാമത്തെ ചോദ്യം, IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. 98ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയിരുന്നു. അടുത്ത ചോദ്യം 99ാമത്തെയാണ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി. ഫിസിക്കൽ, ഇലക്ട്രോണിക്സ് റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ എന്നിവയും അതിലേറെയും. 100ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ന്റെ ഉദ്ദേശം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി. മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമം ഇത് കൈകാര്യം ചെയ്യുന്നു.